കണ്ണൂർ RSSൽ പൊട്ടിത്തെറി എന്നൊരു വാർത്ത കൂടി എത്തുന്നുണ്ട്. 100ഓളം പ്രവർത്തകർ പാർട്ടി വിടാനൊരുങ്ങുകയാണ്. ഇരിട്ടി കീഴൂരിലെ സംഘം ഉടമസ്ഥതയിലുള്ള സ്ഥലം വിൽപ്പനയിൽ ലക്ഷങ്ങൾ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ചാണ് നീക്കം. സംസ്ഥാന കാര്യവാഹകന് 100 പേർ ഒപ്പിട്ട പരാതി നൽകിയിട്ടുണ്ട്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, RSSൽ പൊട്ടിത്തെറി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പൊട്ടിത്തെറിക്ക് കാര്യം? അരുൺകുമാർ, കണ്ണൂർ ഇരിട്ടി കീഴൂർ ശാഖയിൽ വരുന്ന ഒരു 9.5 സെന്റ് സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സംഭവം, അതായത് RSSനകത്ത് ഒരു ആഭ്യന്തര കലാപം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. 2008-ൽ 5 ലക്ഷം രൂപയ്ക്കാണ് ഈ സ്ഥലം വാങ്ങിയത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്തിന്റെ മൂല്യവില വർദ്ധിക്കുകയും അത് 2.5 ലക്ഷം രൂപയോളം ആ സ്ഥലത്ത് ഇപ്പോൾ സ്ഥലത്തിന് മാർക്കറ്റ് വിലയുണ്ട്. ആ സ്ഥലം ഇപ്പോൾ കേവലമായ ഒരു തുകയ്ക്ക്, അതായത് 5 ലക്ഷം രൂപയ്ക്ക് തന്നെ മറിച്ച് വിൽപ്പന നടത്തിയെന്ന് രേഖയിൽ രേഖപ്പെടുത്തുകയും അതിന് പുറമെയായി ഏകദേശം 2.5 ലക്ഷം രൂപ സെന്റിന് ലഭിക്കുന്ന രീതിയിലുള്ള സ്ഥലം വിൽപ്പനയാണ് നടത്തിയത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 20 ലക്ഷത്തോളം രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. പക്ഷെ 5 ലക്ഷം രൂപ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് RSSനകത്ത് ഒരു ആഭ്യന്തര കലാപം രൂപപ്പെടുന്നതിനുള്ള ഒരു കാരണമായി മാറിയിട്ടുള്ളത്. പ്രധാനമായും 2 RSSന്റെ നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. ഒന്ന്, RSSന്റെ ജില്ലാ പ്രചാരക പ്രമുഖായിട്ടുള്ള ഹരിഹരൻ, അതിന് പുറമെ RSSന്റെ വിഭാഗ് പ്രചാരക രാമചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കാര്യവാഹകരായിട്ടുള്ള ആളുടെ വീടിന് മുന്നിലും അതുപോലെ തന്നെ വിഭാഗ് കാര്യാലയത്തിന് മുന്നിലും ഇപ്പോൾ ഈ പ്രവർത്തകർ പോസ്റ്റർ പതിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ RSSന്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കീഴൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന 100ഓളം പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കാര്യവാഹകന് പരാതി നൽകിയിട്ടുണ്ട്. ഇവർ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് സൂചന. ഇന്നും നാളെയുമായി തലശ്ശേരിയിൽ ജില്ലാ വാർഷിക ബൈഠക്ക് നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി ഈ ബൈഠക്കിനകത്ത് തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. നിരവധി തവണ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തി, പക്ഷേ അവിടെയൊന്നും പരാതി പരിഹരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അവസാനം ജില്ലാ വാർഷിക ബൈഠക്കിനകത്ത് പരാതി പരിഹരിക്കാം എന്നുള്ളതായിരുന്നു ഈ പ്രവർത്തകരൊക്കെ നൽകിയിട്ടുള്ള ഉറപ്പ്. ഇന്നും നാളെയുമായി തലശ്ശേരിയിലാണ് ഈ ബൈഠക്ക് നടക്കുന്നത്. ഈ ബൈഠക്കിനകത്ത് ഒരു തീരുമാനവുമില്ല എങ്കിൽ ഇവർ പാർട്ടി വിടും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തത്. എന്തായാലും RSSനകത്ത് ഒരു ആഭ്യന്തര പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു, ഒരു ആഭ്യന്തര കലാപം ഉണ്ടായിരിക്കുന്നു. ലക്ഷങ്ങൾ ക്രമക്കേട് നടത്തിയെന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് കടക്കുമോ, അല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ? അർജുൻ, ഇരിട്ടി കീഴൂരിലുള്ള സ്ഥലമാണ്. അപ്പോൾ 20 ലക്ഷം രൂപ മൊത്തം സ്ഥലത്തിന് വില മതിക്കും. 5 ലക്ഷം രൂപയെ കണക്കിൽ കാണിച്ചിട്ടുള്ളൂ. 15 ലക്ഷം രൂപ ആര് പുട്ട് സാമ്പാറും അടിച്ചു എന്നതാണ് ചോദ്യം. എന്തായാലും ബൈഠക്കിൽ തീരുമാനമായില്ലെങ്കിൽ അവരെന്തായാലും എഴുന്നേൽക്കും. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. 100 പേർ RSS വിടാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ബൈഠക്കിൽ തീരുമാനമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബൈഠക്കിൽ തീരുമാനമായില്ലെങ്കിൽ പിന്നെ ഉഠോ, അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്.